ഹലോ, മധുസൂദനം കുഞ്ഞമ്പിള്ളയാണ്. നമസ്കാരം. എൻ്റെ കഥകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ പലരും കമൻസ് പറയുന്നുണ്ട്. ഈ ശ്രദ്ധിക്കപ്പെട്ട ഒരു കമൻസാണ്. നിങ്ങൾ കുഞ്ഞമ്പിള്ള കഥ വായിക്കുമ്പോഴത്തേക്ക് താഴോട്ട് നോക്കുന്നു. അതെ, ഞാൻ പണ്ട് ദൂരദർശനിലൊക്കെ ന്യൂസ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരും താഴോട്ട് നോക്കുമായിരുന്നു. അന്ന് ടെക്നോളജി വികസിച്ചിട്ടില്ല. അതുപോലെ എനിക്കും വലിയ ടെക്നോളജി ഒന്നുമില്ല. അപ്പോൾ അതിനുള്ള കമ്പ്യൂട്ടറും സ്ക്രീനും അതൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി കഥ വായിക്കും. അതുവരെ അല്പം ക്ഷമിക്കണം. ഒരു പഴയ മോഡലായിട്ട് തന്നെ വിചാരിച്ച് ശ്രദ്ധാപൂർവം കഥ കേൾക്കുക. ഇന്നത്തെ കഥയുടെ പേരാണ് നേതാവിൻ്റെ പൂച്ച. ടോണിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ സമയമായി. 1 മാസം മുമ്പ് മോൻ്റെ അച്ഛൻ അവനെ കൊണ്ടുപോയി ബൂസ്റ്റർ എടുത്തതാ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ആരാണ് ഈ ടോണി? ഞങ്ങളുടെ പ്രിയപ്പെട്ട വളർത്തു നായയാണ്. വെളുത്ത രോമം നിറഞ്ഞ ജർമ്മൻ പിറ്റ്സായ ഇവൻ എപ്പോഴും തിരക്കായ താലൂക്ക് മൃഗാശുപത്രിയിൽ രാവിലെ 8 മണിക്ക് മുമ്പെങ്കിലും എത്തിയാലേ കാര്യം സാധിക്കും. 8:30 ഡോക്ടർമാരും ബാക്കിയുള്ള സ്റ്റാഫുകളും എത്തും. ഞങ്ങൾ ചെന്നപ്പോൾ തുണ്ടെടുക്കുന്ന ജനലിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യം എന്ന് വെച്ചാൽ ഞാൻ 2ാമത്തെ ആളാണ്. ടോണിയുടെ പാസ്പോർട്ട് കാണിച്ചപ്പോൾ തുണ്ടെഴുതുന്ന കുട്ടി ഒരു നീല കടലാസ് കെട്ടെടുത്ത് അവൻ്റെ ആശുപത്രിയിലെ കുണ്ടലി എടുത്ത് തിരയാൻ തുടങ്ങി. അവൻ്റെ 72ാമത്തെ കുറിപ്പാണ്. 71ഉം 73ഉം അവരുടെ അടുത്തുണ്ട്. എന്നാൽ ടോണിയുടെ കുറിപ്പ് മാത്രമില്ല. അവർക്ക് വെപ്രാളമായി. ആ തുണ്ട് കിട്ടിയാലേ ഇന്നത്തെ ഇഞ്ചക്ഷൻ ഡോക്ടറെ കാണിക്കാനുള്ള കുറിപ്പ് എഴുതാൻ പറ്റുകയുള്ളൂ. അവരുടെ പ്രയാസം കണ്ട് സത്യം പറഞ്ഞാൽ എനിക്കും വിഷമമായി. ഇതിനിടയിൽ അവരുടെ ശ്രദ്ധ എൻ്റെ കയ്യിലിരിക്കുന്ന നീല കടലാസിൽ പതിഞ്ഞത്. മാഡം, ആ പേപ്പർ ഒന്ന് കാണിച്ചേ. ഞാൻ കാണിച്ചു. അവർ പറഞ്ഞു, എന്ത് ഇടപാടാണ് നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ 5 മിനിറ്റായി ഈ പേപ്പർ തിരയുന്നത്. നിങ്ങൾക്ക് വായ തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ പേപ്പർ കയ്യിലുണ്ടെന്ന്? എന്തിനാ ഇവിടെ തരാനുള്ള കടലാസ് വീട്ടിൽ കൊണ്ടുപോയത്? വരും ഓരോരുത്തരായി സമയം കളയാൻ. അവർ തെറി പറഞ്ഞപ്പോൾ പഴയ മാഡം വിളിയെല്ലാം എവിടെയോ പോയി. എൻ്റെ ചമ്മൽ മാറ്റാൻ ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഭർത്താവാണ് ഇവനെ കൊണ്ടുവന്നത്. അദ്ദേഹമാണ് വീട്ടിൽ കൊണ്ടുപോയത്. പറഞ്ഞു തീരും മുമ്പേ കുറിപ്പ് എഴുതുകാരി. ഭർത്താവും കൊള്ളാം, ഭാര്യയും. നമ്മുടെ സമയം കളഞ്ഞ് കിട്ടിയല്ലോ. ആരെയാണോ എന്ന് കണി കണ്ടത്? താൻ കണ്ണാടിയിലായിരിക്കും നോക്കിയതെന്ന് പറയാൻ തുനിഞ്ഞതാ. എന്നാൽ നമ്മൾ ആവശ്യക്കാരായിപ്പോയില്ലേ? എന്നാലും അങ്ങേര് എന്തുപകാരം ചെയ്താലും പുറകെ ശരിക്കും പണി കിട്ടുമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. എൻ്റെ മ്ലാനത മാറി വരികയായിരുന്നു. ഇതിനിടയിൽ ഞങ്ങളുടെ ക്യൂവിൽ ഏകദേശം 16 പേര് ആയി കാണും. എല്ലാവരുടെ കയ്യിൽ എന്തെങ്കിലും വളർത്തു മൃഗങ്ങളുണ്ട്. ഇവരെയൊക്കെ ഒന്നിച്ച് കണ്ട ടോണി മുരളാനും അമറാനും തുടങ്ങി. താഴെ വിട്ടാൽ രോഗാണുക്കൾ കയറുമെന്ന് കരുതി മോൻ അവനെ എടുത്ത് നിൽക്കുകയാണ്. എന്നാൽ അപ്പോഴും മോൻ്റെ ചെവിയിൽ ഇയർഫോണും ഒരു കയ്യിൽ മൊബൈലും ഉണ്ടായിരുന്നു. കാണുന്നവർ കരുതും, ഈ ചെറുക്കൻ ഫ്രീക്കനായിരിക്കും. എനിക്കല്ലേ അറിയൂ, അവന് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടക്കുകയാണ്. ചെന്നൈയിലെ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പോഴാണ് നേതാവിൻ്റെ വരവ്. കയ്യിൽ അവന് അവസരം നിറഞ്ഞ മിഴിയോടെ ഒരു പൂച്ചയുണ്ട്. കൂടെ ഭാര്യയും ഒരു മകളും. 17ാമനായി നിൽക്കാൻ അയാൾ കൂട്ടാക്കിയില്ല. 16 പേരെ മൈൻഡ് ചെയ്യാതെ ജനലിനരികിൽ നിന്ന് തുണ്ടെഴുതുകാരിയെ നോക്കി ഒന്ന് ചുമച്ചു. അവർ അയാളുടെ മുഖത്ത് നോക്കി. ഞാൻ കൊടുത്ത ടെൻഷനിൽ നിന്നും അവർ കരകയറി വരുന്നതേയുള്ളൂ. ഞാൻ ഭരണകക്ഷിയുടെ അടുത്ത ആളാണ്, നേതാവ് പറഞ്ഞു തീർന്ന ഉടനെ. അതിന് ഞാനെന്ത് വേണം? മര്യാദയ്ക്ക് ക്യൂ ചെന്ന് നിൽക്കടോ. എഴുത്തുകാരി പൊട്ടിത്തെറിച്ചു.
ആ ഒറ്റ ആട്ടിൽ അയാൾ 17-ആമനായി. ആ തണുത്ത പ്രഭാതത്തിലും അയാൾ വേർത്തു. പൊക്കി വച്ചിരിക്കുന്ന കളറിൽ കൂടി വേർപ്പ് ഒഴുകിപ്പോകുന്നത് ഞങ്ങൾക്കും കാണാമായിരുന്നു. പൂച്ചയോടുള്ള സങ്കടം കളഞ്ഞ് അമ്മയും മോളും അയാളെ ആശ്വസിപ്പിക്കുന്നതിലായി. ഞാൻ ടോണിയെയും കൊണ്ട് ഡോക്ടറെ കാണിച്ചു. അവന് വേണ്ട മരുന്ന് പുറത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങി വന്നു. അപ്പോഴേക്കും നമ്മുടെ പൂച്ചക്കുട്ടിയും നേതാവും ക്യൂവിൽ 5-ാമതായി തീർന്നു. ടോണിയെ ടേബിളിൽ കിടത്തി ഇഞ്ചക്ഷന് ഡോക്ടർ കോപ്പ് കൂട്ടുമ്പോൾ പുറത്ത് ബഹളം. തുണ്ടിന് കാത്തു നിൽക്കാതെ നമ്മുടെ പൂച്ച ജന്നി വന്നതുപോലെ വിറയ്ക്കുകയും കക്കുകയും ചെയ്തു. നേതാവിൻ്റെ ഭാര്യയും കുഞ്ഞും അത് കണ്ട് കരയുകയാണ്. ഭരണകക്ഷിയാണെന്ന് പറഞ്ഞിട്ടും പരിഗണന തരാത്ത സിസ്റ്ററോട് അരിശപ്പെടുകയും ചെയ്തു. കൂടെ നിന്നവർ ഒന്നിച്ച് പറഞ്ഞു, വേഗം ഡോക്ടർ അടുത്തേക്ക് പോകും. ഇതിനിടയ്ക്ക് മരുന്ന് നിറച്ച സിറിഞ്ച് എൻ്റെ കയ്യിൽ തന്നിട്ട് ഡോക്ടർ പൂച്ചയെ രക്ഷിക്കാൻ പാഞ്ഞു. പൂച്ചയ്ക്ക് ഇഞ്ചക്ഷനും ട്രിപ്പും എല്ലാം കൊടുത്തു. നേതാവും ഭാര്യയും കുഞ്ഞും ഇടയ്ക്കിടെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതും കണ്ടു. അവസാനം പൂച്ചയ്ക്ക് അനക്കമില്ലാതായി. പിന്നെ എല്ലാ ആശുപത്രി രംഗം പോലെ നമ്മുടെ ഡോക്ടർ പറഞ്ഞു, ഐ ആം വെരി സോറി, എനിക്ക് താങ്കളുടെ പൂച്ചയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അല്പനേരം ആശുപത്രിയിൽ മൗനം തളം കെട്ടി നിന്നു. പിന്നെ ശബ്ദങ്ങൾ പെരിയാറ് പോലെ നിറഞ്ഞൊഴുകി. നേതാവും ഭാര്യയും കലി കൊണ്ട് ആഞ്ഞു തുള്ളി. ഇതിനിടയ്ക്ക് നേതാവ് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ കൂടി നിന്ന ആരും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുനിഞ്ഞില്ല, ഞാൻ ഉൾപ്പെടെ. കാരണം അവരുടെ പൊന്നോമനയായ പൂച്ച മരിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ക്യൂ നിൽക്കാതെ അവരുടെ പൂച്ചയ്ക്ക് ആദ്യമേ ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്ന ചിന്തയായിരിക്കാം. ഇതിനിടയിൽ ടോണിയെ ഉപേക്ഷിച്ച് പോയ ഡോക്ടർ തിരിച്ചു വന്നു. സിറിഞ്ച് വാങ്ങി ടോണിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, എന്തായാലും എൻ്റെ രോഗികൾ പ്രശ്നക്കാരല്ല, കൂടെ വന്ന കൂട്ടിരിപ്പുകാരാണ് പ്രശ്നക്കാർ. ഇഞ്ചക്ഷൻ കഴിഞ്ഞ് ടോണിയെയും എടുത്ത് മുറിക്ക് പുറത്തേക്ക് നടക്കുമ്പോൾ ഭാര്യയും ഭർത്താവും കുഞ്ഞും പൂച്ചയുടെ ശവശരീരവുമായി മുന്നിൽ കൂടി കടന്നുപോയി. അയാളുടെ കയ്യിലെ ടവലിൽ പൂച്ചയെ പൊതിഞ്ഞു വച്ചിരുന്നു. അവർ ഗേറ്റിലേക്ക് പോയി. ഗേറ്റിൽ നിന്നും പൂച്ചയെ ഭാര്യയെ ഏൽപ്പിച്ച് ജനലിൽ എഴുത്തുകാരിയുടെ അടുത്തേക്ക് വന്നു. അയാളെ കണ്ടപ്പോൾ എഴുത്തുകാരി എഴുത്ത് നിർത്തി എണീച്ച് നിന്നു. അവർക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ വിഷമമുണ്ട്. അത് അവരുടെ മുഖം വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. നേതാവ് പറഞ്ഞു, നോക്കൂ കൊച്ചേ, നിന്റെ മോൻ മരിക്കുമ്പോൾ ഞങ്ങളുടെ വേദന നീ അറിയൂ. അയാൾ തിരിഞ്ഞ് കണ്ണും തുടച്ച് നീങ്ങി. അതല്പം കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ലേ? മധുസൂദനൻ കുഞ്ഞുപിള്ള.